ഒരു ശിക്ഷയായിരിക്കാം എന്തോ ഞാനെല്ലാം അക്സെപ്റ്റ് ചെയ്യുന്നു. എനിക്ക് ആരോടൊരു പരാതിയോ പരിഭവങ്ങളോ ആരെയോ കുറ്റങ്ങളോ കുറ്റപ്പെടുത്താനോ എനിക്ക് താല്പര്യമില്ല. ജീവിതമാണ്. കാരണം ഒരുമിക്കലും പിരിയിലും അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ലഭിക്കുന്നതും നമുക്ക് നഷ്ടമാകുന്നതും എല്ലാം ദൈവത്തിന്റെ വിധി. ഇത് ഇച്ചായനും കുഞ്ഞാറ്റയും തമ്മിലുള്ള ഒരു നാടകമല്ലേ? അതായത് ഈ ഡിവോഴ്സ് എന്നുള്ളൊരു കാര്യം വെറും നാടകവും ഫേക്കും ആയിട്ടുള്ള കാര്യമല്ലേ? ഇവർ രണ്ടുപേരും കൂടെ അടുത്തൊരു ചാനൽ തുടങ്ങിയിട്ട് ഈ ഒരു സാധനം ഒരു കുടുംബ പ്രശ്നം എന്നുള്ള സംഭവം പബ്ലിക്കിന്റെ മുമ്പിലേക്ക് കൊണ്ടുവന്നിട്ട്, ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. ഇത് നമ്മുടെ ഈ കുഞ്ഞാറ്റ അതുപോലെ തന്നെ ഇച്ചായൻ എന്ന് പറഞ്ഞിട്ട് ഒരു കപ്പിൾ കുറച്ച് നാളിന് മുമ്പ് വളരെയധികം സജീവമായിട്ട് ഈ യൂട്യൂബിൻ്റെ അകത്ത് വളരെയധികം ഫാൻസിനെ ഉണ്ടാക്കിയിട്ടുള്ളൊരു ഫാമിലി വ്ളോഗേഴ്സാണ്. അപ്പോൾ ആ ഒരു വിഷയം അന്നും സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നിങ്ങൾ കുറേയധികം ആൾക്കാർ പുതുതായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടായിരിക്കും. അന്ന് കാണുന്ന ആൾക്കാർ ഇന്നും ഉള്ളതുകൊണ്ടും ഈ ഒരു വിഷയം നമ്മുടെ ചാനൽ മുൻകാലത്ത് സംസാരിച്ചിട്ടുള്ള വിഷയമായതുകൊണ്ടും ഇന്ന് അവരുടെ ലൈഫിലൊരു ട്രാജഡി അഥവാ ഒരു ഡിവോഴ്സ് നടക്കുന്നത് കാരണമായതുകൊണ്ടാണ് ഈ ഒരു വിഷയം ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു വിഷയം കേൾക്കാൻ ആഗ്രഹിക്കുന്നവർ മാത്രം ഇനി മുന്നോട്ട് കാണുക എന്നുള്ള കാര്യമാണ്. അതർവൈസ് മറ്റെന്തെങ്കിലും ആനുകാലിക വിഷയങ്ങൾ കാണാൻ താല്പര്യമുള്ളവർ മറ്റെന്തെങ്കിലും വിഷയങ്ങൾ കാണുക എന്നുള്ളത് മാത്രമാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. ഈ ഒരു വിഷയത്തിൻ്റെ അകത്ത് ഈ ഒരു വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരുപാടടുത്ത് കണ്ടൊരു കമൻറ്റാണ്, ഇത് ഇച്ചായനും കുഞ്ഞാറ്റയും തമ്മിലുള്ളൊരു നാടകമല്ലേ? അതായത് ഈ ഡിവോഴ്സ് എന്നുള്ളൊരു കാര്യം വെറും നാടകവും ഫേക്കും ആയിട്ടുള്ള കാര്യമല്ലേ? ഇവർ രണ്ടുപേരും കൂടെ അടുത്തൊരു ചാനൽ തുടങ്ങിയിട്ട് ഈ ഒരു സാധനം ഒരു കുടുംബ പ്രശ്നം എന്നുള്ള സംഭവം പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവന്നിട്ട് ഈ ഒരു ഇതിലൂടെ വീണ്ടും ആൾക്കാരുടെ മുമ്പിലേക്ക് റീച്ച് കൊണ്ടുവരിക, രണ്ട് സൈഡിൽ നിന്ന് വീഡിയോ ചെയ്യുക, പരമാവധി വ്യൂസ് ഉണ്ടാക്കുക, പരമാവധി വരുമാനം ഉണ്ടാക്കുക. ഒരു ദിവസം കൊണ്ട് അദ്ദേഹത്തിൻ്റെ ചാനൽ ഒരു ഒറ്റ ദിവസം കൊണ്ട് തന്നെ 8.65 അഥവാ 8650 സബ്സ്ക്രൈബേഴ്സുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. എനിക്ക് ചിലത് പറയാനുണ്ട് എന്നുള്ളൊരു കാര്യം വന്നതുകൊണ്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും അവരുടെ ആ ഒരു രണ്ട് സൈഡിലുള്ള കാര്യങ്ങളും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വിഷയം ചെയ്യുന്നത്. അതുകൊണ്ട് ഇനി അങ്ങോട്ട് ഫർദർ ഇതൊരു ഫേക്ക് ആയിട്ടുള്ള നാടകമാണോ ഡ്രാമയാണോ ഞാൻ ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർക്കുമ്പോൾ വളരെ ജെനുവനായിട്ട് എന്നായിരിക്കും ഞാൻ പറയുക, ഞാൻ അറിഞ്ഞ കാര്യങ്ങളും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും പറയുക. അതായത് ഇതൊരു ഫേക്ക് ഡ്രാമയാണോ ഇല്ലെന്നുള്ള കാര്യം നിങ്ങൾക്ക് ഇതിൻ്റെ കൺക്ലൂഷനിൽ എത്തുമ്പോഴേക്കും മനസ്സിലാവും. ആദ്യം ഈ അമൽ പൗലോസ് എന്ന് പറയുന്ന ഇച്ചായൻ പുള്ളിക്കാരന് പറയാനുള്ള കാര്യം നമുക്ക് കേൾക്കാം. ഈ പുതിയ രണ്ടാമത്തെ വീഡിയോ ആണ്. ആദ്യത്തെ വീഡിയോയിൽ അദ്ദേഹം ഒരു സൂചന മാത്രമേ തന്നിട്ടുള്ളൂ. രണ്ടാമത്തെ വീഡിയോ എനിക്ക് ചിലത് പറയാനുണ്ടെന്ന് പറയുന്നു. ഞാനൊരു കാര്യം പറയാം, നിങ്ങളത് കേൾക്കുന്ന ആൾക്കാർ ശരിക്കും അതൊന്ന് ചിന്തിച്ച് നോക്കണം, അതൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണം. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാരണം ഒരാളോ ഒരുപാട് പേരോ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്, സഹിച്ചിട്ടുണ്ട്, വിഷമിച്ചിട്ടുണ്ട്, ബുദ്ധിമുട്ടിയിട്ടുണ്ട്, എന്നെക്കുറിച്ചുള്ള കുറവുകൾ കേട്ടിട്ടുണ്ട്, കുറ്റങ്ങൾ കേട്ടിട്ടുണ്ട്, വിലയിരുത്തിയിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാനിന്ന് ഒരാൾ കാരണം എൻ്റെ കൂടെ കൂടിയിട്ടോ അല്ലെങ്കിൽ ഞാൻ കാരണമോ ഒരാൾ ഒരിക്കലും പെരുവഴിയിലോ വഴിയാധാരമായിട്ടോ അല്ലെങ്കിൽ ഒന്നും അല്ലാണ്ടായി പോയിട്ടില്ല. അതിൽ ഞാൻ ഇപ്പോഴും എന്താ പറയുക, ഞാനെന്നുള്ള ശാപം കാരണം ചിലപ്പം പലർക്കും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടാവാം. പക്ഷെ ഞാൻ കാരണം ആരും നശിച്ചു പോയി, ചിലപ്പം അവരുടെ സമാധാനം നശിച്ചിട്ടുണ്ടാവാം, പക്ഷേ പൂർണ്ണമായിട്ടാരും നശിച്ചു പോയില്ല, അല്ലെങ്കിൽ ഇനി എന്ത് ചെയ്യാം, ഇനിയൊന്നും ഇല്ല എന്നുള്ള അവസ്ഥയിലേക്കൊന്നും ആരും ആയിട്ടില്ല. അതായത് പുള്ളിക്കാരൻ എന്നുള്ള ശാപം എന്ന് പുള്ളിക്കാരൻ പറയുന്നു, ഞാനൊരു ശാപമായിരുന്നു, ഞാൻ കാരണം ആർക്കെങ്കിലും കുറച്ച് അവരുടെ ലൈഫിൻ്റെ അകത്ത് കുറച്ച് ബുദ്ധിമുട്ട് സ്ട്രഗിൾസും മറ്റതും ഉണ്ടായിട്ടുണ്ടാവാം. അതർവൈസ് ഞാൻ കാരണം ഒരിക്കലും ആരുടെ ലൈഫ് പൂർണ്ണമായിട്ട് തകർന്നടിഞ്ഞ് പരാജയപ്പെടുത്തിയിട്ടില്ല എന്നുള്ള കാര്യമാണ് ഞാൻ ഇപ്പോഴും പറയുന്നു. ഈ ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ്, ഈ ഒരു കോണ്ടെക്സ്റ്റ് എന്നുള്ള കാര്യം സമൂഹത്തിൻ്റെ അകത്ത് റിഫ്ലക്ഷനാണ്. അതായത് ഈ അമലും അതോടൊപ്പം തന്നെ കുഞ്ഞാറ്റ എന്ന് പറയുന്ന ജിസ്ബിയും നമ്മുടെ ലൈഫിൽ നമ്മുടെ ചുറ്റുപാട് കാണുന്ന ഒരുപാട് ജീവിതങ്ങളിൽ ഒറ്റപ്പെട്ട ഒരു ജീവിതം മാത്രമാണ്. ഇതുപോലെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാർ നമ്മുടെ ചുറ്റുപാടും ഇതേ തരത്തിലുള്ള അവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ട്. അതായത് കുടുംബജീവിതത്തിൻ്റെ അകത്തുള്ള ചില പ്രശ്നങ്ങൾ വളരെ ഗുരുതരമായിട്ട് മാറുകയും അവിടെ ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട് പറ്റാത്ത ലെവലിലേക്ക് വരുമ്പോഴേക്കും അകന്നു പോവുകയും ചെയ്യുന്നുള്ള കാര്യമാണ്. അതിനകത്ത് ഇപ്പം ഞാൻ നേരിട്ട് അറിഞ്ഞു എന്നുള്ള കാര്യം ഞാൻ പറയട്ടെ. ഇപ്പം ഒരു ഫേക്ക് ഡ്രാമ, അതായത് ഈ ഇച്ചായൻ എന്ന് പറയുന്ന ഈ അമൽ പൗലോസ് എന്ന് പറയുന്ന വ്യക്തിയും ഈ നമ്മുടെ ജിസ്ബി എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടി, കുഞ്ഞാറ്റ എന്ന് പറയുന്ന പെൺകുട്ടിയും, അവർ രണ്ടുപേരും കൂടെ ഒരു ഫേക്ക് ഡ്രാമ, നമുക്കൊരു ഫോർച്യൂണർ എടുക്കണം, നമുക്ക് കുറച്ച് സാമ്പത്തികം ഉണ്ടാക്കണം, അതുകൊണ്ട് നമുക്ക് അങ്ങോട്ടൊരു ഡ്രാമ തുടങ്ങിക്കളയാം എന്നുള്ള കാര്യം ഞാൻ 100% ഞാൻ പറയുന്നു. ഞാൻ അറിഞ്ഞത്തോളം ഇനി അതിൻ്റെ അപ്പുറത്തേക്ക് ഇനി കോൺസ്പിറസി ഉണ്ടെങ്കിലേ ഉള്ളൂ. ഇതങ്ങനെ ഒരു ഡ്രാമയൊന്നുമല്ല. ഇത് റിയൽ ലൈഫിൽ ഇവരുടെ ലൈഫിലൊരു വളരെ സ്ട്രഗിൾഡ് ആയിട്ടുള്ളൊരു ഒരു പീരീഡ് തന്നെയാണ് കടന്നു പോയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇനിയിപ്പം ആ ഒരു അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇനിയിപ്പം ഇങ്ങനെ അങ്ങനെ ഇഴകേറി പരിശോധിച്ചിട്ട് ഇന്ന ആൾ ഇത് ചെയ്തു അന്ന ആൾ അത് ചെയ്തെന്ന് പറയുന്നില്ല. എന്തായാലും അവരുടെ ഡിവോഴ്സ് എന്നുള്ള കാര്യം കുറച്ച് കാലത്തിന് മുമ്പ് തന്നെ ഡിവോഴ്സ് നടന്നു. എന്നിട്ടും അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തി. കാരണം അവർക്കൊരു കൊച്ചു കുഞ്ഞുണ്ട്. ഓക്കെ, അപ്പോൾ ആ മുൻകാലം എന്തോ ഒരു കുഞ്ഞിൻ്റെ ഒരു ഇതൊക്കെ സംഭവിച്ച സമയത്ത് ആ കുട്ടി ഒന്ന് കരയുന്ന വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു.
ഒരുപാട് അധ്വാനിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. ഒരുപാട് വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഡ്രസ് മെറ്റീരിയൽസിൻ്റെ സംഭവങ്ങൾ, വീട്ടിൽ നിന്നും മറ്റൊരു വീട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന സമയങ്ങളിലെല്ലാം ആ കുട്ടിയുടെ ആ സമയങ്ങളിലൊക്കെ എല്ലാവരും ട്രോൾ ചെയ്യപ്പെട്ടതെന്ന് വെച്ചാൽ കണ്ണുനീർ കൊണ്ട് ഉള്ളതാണ്, കരച്ചിൽ എന്നുള്ള രീതി തന്നെയായിരുന്നു. കാരണം ബഹുഭൂരിപക്ഷം ടൈമും ആ കുട്ടിയുടെ കരച്ചിൽ തന്നെയാണ് കണ്ടിട്ടുള്ളത്. ഞാൻ അത് ആ ഒരു കരയുന്നൊരു സ്ത്രീയെ സപ്പോർട്ട് ചെയ്യുന്നു അങ്ങനെ ചിന്തിക്കരുത്. നമ്മുടെ കണ്ണുനീരിനെ കണ്ടു വളർന്നവർക്കൊക്കെ ഒരു പരിധിവരെയൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ഒരു കുടുംബജീവ സാഹചര്യങ്ങൾ ദുരന്തമായിട്ട് മാറുന്ന സമയത്തുള്ള കണ്ണുനീര് ഇദ്ദേഹത്തിന് ഏകപക്ഷീയമായിട്ട് ഇപ്പോൾ ഞാൻ കുറ്റപ്പെടുത്താൻ തയ്യാറല്ല. കാരണം അദ്ദേഹം ഇതിനകത്ത് കുറേ അധികം കാര്യങ്ങൾ തിരുത്താൻ ശ്രമിക്കുന്നുണ്ട്. അത് ജെനുവനായിട്ടാണെങ്കിൽ അത് പൂർണ്ണമായി സ്വാഗതം ചെയ്യുന്നു. അതർവൈസ് അതൊരു ഇനിയൊരു ടാർഗറ്റ് ചെയ്ത് ഇനിയിപ്പം തിരിച്ചടിക്കുക അല്ലെങ്കിൽ അവർക്കെതിരെ ഇനി ഞാൻ ഓരോന്നൊന്നും ഇങ്ങനെ കാണിച്ചു തരാം എന്നുള്ള രീതിയിൽ പതിയെ ആൾക്കാരുടെ ഇടയിലേക്ക് ഒരു ഇമോഷണൽ വർക്കൗട്ട് നടത്തി ഒരു സഹതാപ തരംഗം ഉണ്ടാക്കിയതിന് ശേഷം ഒരു സുപ്രഭാതത്തിൽ ആ ഒരു മാൾട്ടയിലാണ് ആ കുട്ടി ഇപ്പോൾ പഠിക്കാൻ വേണ്ടിയിട്ട് പോയതെന്ന് അറിയാൻ വേണ്ടിയിട്ട് പറ്റിയത്. ആ കുട്ടിക്കെതിരെ ഒറ്റതിരിഞ്ഞൊരു ആക്രമണങ്ങൾ നടത്താമെന്നുള്ള രീതിയിലേക്കാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് 100% സപ്പോർട്ട് ചെയ്യത്തില്ലെന്ന് മാത്രമല്ല, അതിനെ എത്രത്തോളം എതിർക്കാൻ പറ്റുമോ അത്രത്തോളം എതിർക്കുകയും ചെയ്യും. കാരണം നിങ്ങൾക്ക് അഥവാ ഈ ഇച്ചായൻ എന്ന് പറഞ്ഞ വ്യക്തിക്ക് ഒരു ജീവിതമുണ്ട്, അതുപോലെ തന്നെ ആ കുട്ടിക്ക് ഒരു ജീവിതമുണ്ട്. രണ്ടുപേരുടെ ജീവിതങ്ങൾ നോക്കുക. പക്ഷെ നിങ്ങൾ കാരണം മറ്റൊരു ജീവിതം ഒരു കുഞ്ഞ് ഈ ഭൂമിയിലേക്ക് വന്നിട്ടുണ്ട്. അതൊക്കെ വല്ലാത്തൊരു കഷ്ടമാണ് കേട്ടോ, ആ കുട്ടിയുടെ ഒക്കെ ലൈഫ്. എന്തായാലും പറ്റുകയാണെങ്കിൽ നമുക്ക് നോക്കാം. അയ്യോ സോറി കേട്ടോ, ചിരിക്കരുതെൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു. മനുഷ്യനല്ലേ പിള്ളേർ ചിരിച്ചു പോകും, അത് ചിരിക്കുമല്ലേ ഞാൻ ചെയ്യുന്നത്, എന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോ എടുക്കുന്നുള്ളൂ കേട്ടോ. ഇങ്ങനെ പോകുന്ന വഴികളും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കാൻ. പക്ഷേ ബാക്കിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വഴി കാര്യങ്ങൾ, ഞാൻ എങ്ങനെയാണ് എവിടെയാണ് പോയിരുന്നത്, എൻ്റെ കാര്യങ്ങളായിട്ടുള്ള കാര്യം വിമർശിക്കാനും എല്ലാത്തിനും നിങ്ങൾക്ക് അറിയാറുണ്ടോ, ഇല്ലെന്ന് ഞാൻ പറയില്ല. പക്ഷേ എന്താ പറയണേ, ഞാനൊരു മനുഷ്യൻ ആണ്, റോബോട്ടൊന്നും അല്ല എന്ന് നിങ്ങൾ ഈ ചിരി എനിക്ക് അതെന്നെ അറിയാൻ പാടില്ല. അത് മെല്ലെ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കൊണ്ടുവരാട്ടോ, മാറ്റി. കാരണം ഒരുപാട് മാറ്റങ്ങൾ എനിക്ക് ആവശ്യമാണ്, അതെനിക്ക് നന്നായിട്ട് അറിയാം. അത് സത്യസന്ധമായിട്ട് ഉള്ളി എന്ന് പറഞ്ഞാൽ അതെനിക്കറിയാം. അതെല്ലാം മാറ്റി നല്ലൊരു ഇതായിട്ട് വരാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്, വരുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പം ഇത് ഞാൻ 100% എഗ്രി ചെയ്യുന്നു. ഐ എഗ്രി വിത്ത് യു ബ്രോ. നിങ്ങളിപ്പോൾ പറഞ്ഞില്ലേ, ഞാനൊരു മനുഷ്യനാണ്, റോബോട്ടൊന്നും അല്ല, എനിക്ക് തെറ്റ് പറ്റും, ഞാൻ തിരുത്തുന്നതിൻ്റെ ഭാഗമാണ്, സ്വയം നവീകരിക്കുന്നതിൻ്റെ പാതയിലാണ് താങ്കളെങ്കിൽ 100% നിങ്ങൾ ആ ഒരു നവീകരിക്കുന്നൊരു ഭാഗം അത് നന്നായിട്ട് മുന്നേറാനും നിങ്ങളുടെ ജീവിതം, ഞാൻ ഇപ്പോഴും പറയുന്നു, സ്പെസിഫിക് ആയിട്ട് പറയുന്നു, നിങ്ങളുടെ ജീവിതം നന്നായിട്ട് ജീവിക്കുക. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ജീവിതം അവരെ ജീവിക്കാൻ അനുവദിക്കുകയും കൂടെ ചെയ്യുക എന്നുള്ളതാണ്. അതായത് ആ കുട്ടിയുടെ ജീവിതത്തിൻ്റെ അകത്തൊരിക്കലും മറ്റൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടോ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാത്ത രീതിയിൽ താങ്കളുടെ ജീവിതം നന്നായിട്ട് സുരഭിലമായിട്ട് സന്തോഷമായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ വേണം. കാരണം താങ്കൾ ജീവിക്കണ്ടേ, താങ്കളൊരു വ്യക്തിയാണ്. താങ്കൾക്ക് ഇനി ഒരു ഇൻഡിവിജ്വൽ ആയതുകൊണ്ട് തന്നെ താങ്കൾക്ക് ഇനി മറ്റൊരു ബന്ധമോ ഒരു കുടുംബമോ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് ഒരു തെറ്റുമില്ല. അത് ആരില്ല എന്ന് പറഞ്ഞാലും അങ്ങനെയൊന്നുമല്ല. നിങ്ങൾക്ക് ഒരു ജീവിതവും നിങ്ങൾക്കും വേണം, അത് ആ കുട്ടിക്കും വേണം. ഇനി ആ കുഞ്ഞിൻ്റെ കാര്യം ഞാൻ ഇപ്പോഴും പറയും, എന്താ പറഞ്ഞത്, ഈ ഓരോരോ കാര്യങ്ങൾ എടുക്കുമ്പോഴൊക്കെ അവസാനം എല്ലാം കൂടെ വന്ന് നിൽക്കുന്നതിനിടയ്ക്ക് ഒരു ചോദ്യചിഹ്നം വരും. ഈ ചോദ്യം ഉള്ളത് കൊണ്ടാണ് പല ആൾക്കാരും ഈ കുടുംബജീവിതം താറുമാറായി കിടന്നിട്ടും ഇറങ്ങിപ്പോകാത്തത്. അതായത് ഇനി ഈ ജീവിതം എനിക്ക് വയ്യ, എന്തിനാണ് ഞാൻ ഇയാളുടെ കൂടെ ജീവിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ എന്തിനാണ് ഇവളുടെ കൂടെ ജീവിക്കുന്നത് എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാർക്ക് ഇറങ്ങിപ്പോകാൻ വേണ്ടിയിട്ട് പറ്റാത്ത രീതിയിൽ വൈകുന്നേരം വീട്ടിലേക്ക് വന്ന് കയറുമ്പോഴോ അല്ലെങ്കിൽ വീട്ടിലെ നമ്മുടെ കൂടെ അമ്മ എന്നും അച്ഛ എന്നും വിളിക്കുന്ന ആ ഒരു മുഖങ്ങളുണ്ടാവും. ആ ഒരു മുഖങ്ങളുള്ളതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് അങ്ങ് ജീവിച്ച് തീർക്കുന്ന എത്രയോ ഹതഭാഗ്യരായിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇച്ചായൻ എന്നുള്ള വ്യക്തി ഇപ്പം ഒരു മനുഷ്യനും ജീവിതാവസാനം വരെയും മോശക്കാരനാവത്തില്ല, ജീവിതാവസാനം വരെയും നല്ലവരായിരിക്കാൻ ആർക്കും പറ്റുകയില്ല. അതുകൊണ്ട് തന്നെ തെറ്റ് തിരുത്താനുള്ള ഒരാൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ സ്വാഗതം ചെയ്യാം. അതർവൈസ് അത് മറ്റൊരാളുടെ ലൈഫിനെ തകർത്തുകൊണ്ട് ആവാതിരുന്നാൽ മതി. ഇത്രയേ ഉള്ളൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു മനുഷ്യനാണെന്നുള്ളൊരു കൺസിഡറേഷനെങ്കിലും തരിക. എനിക്കങ്ങനെ എന്താ പറയുക, നമ്മുടെ കഴിഞ്ഞൊരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞ്, അല്ലെങ്കിൽ പണ്ടാണെങ്കിൽ പോലും നിങ്ങൾ ആകെ 1-2-3 മിനിറ്റൊക്കെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ബാലൻസ് എന്താണെന്നുള്ളത് പറയാനോ അതിനെക്കുറിച്ച് എന്നെ പറയണേ, ആൾക്കാർക്ക് ഓരോന്ന് പറയാനോ, ഇപ്പോൾ എങ്ങനെയാണോ സംഭവിക്കുന്നത്, എങ്ങനെയാണോ കരുതുന്നത് ആ രീതിക്കാൻ ഇരുന്നോട്ടെ. പക്ഷേ മനുഷ്യല്ലേ, മാറാലോ, തെറ്റുകളുള്ളത് നമുക്ക് തിരുത്താലോ. അപ്പം എല്ലാം നല്ലതിന്, ഇനി നടക്കാനുള്ളത് നല്ലതിന് എന്ന് മാത്രമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ. കാരണം എനിക്ക് ഇപ്പം മുതൽ എനിക്ക് ഇന്നത്തെ ഒരു ഇതിൽ വേണ്ടി ജീവിക്കാനാണ് താല്പര്യം. കാരണം എന്താണെന്ന് വെച്ചാൽ നാളെ എന്താ ഉണ്ടാവാന്ന് എനിക്കറിയത്തില്ല. കഴിഞ്ഞ കാര്യത്തെക്കുറിച്ച് ഞാനിനി വിഷമിക്കാനോ അല്ലെങ്കിൽ അതിനകത്ത് പറയാനുള്ള അർഹത ഇല്ലാത്തതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇനി അത്, കാരണം കഴിഞ്ഞ് നമുക്കിനി തിരിച്ചു കിട്ടത്തില്ല, നമുക്കൊന്നും ചെയ്യാനില്ല. അപ്പം ഇതാ സംഭവം. നമ്മുടെ ഈ ലൈഫിൻ്റെ ഒരു പ്രത്യേകത ഇതാണ്, അൺപ്രഡിക്റ്റബിൾ ലൈഫ് ലൂപ്പിലാണ് നമ്മളുള്ളത്. നമ്മുടെ നാളത്തെ ദിവസം ഇന്ന കാര്യം ചെയ്യാമെന്ന് വിചാരിച്ചാൽ, അല്ലെങ്കിൽ നാളെ അടുത്ത വർഷം നമുക്ക് ഇന്നത് ചെയ്യണമെന്ന് വിചാരിച്ചാൽ, നമുക്കിനി ഈ ഒരു അടുത്ത സമയത്തേക്കെന്ന് പറഞ്ഞാൽ എന്ത് തീരുമാനങ്ങൾ എടുത്താലും ആ തീരുമാനം അത് പ്രായോഗികമായിട്ട് നടക്കാനുള്ള സാധ്യതയാണ് 99% നടക്കാതിരിക്കാനുള്ള സാധ്യതയുള്ളത്. നടക്കാനുള്ള സാധ്യതയില്ല.
അങ്ങനെയുള്ള ജീവിതത്തിനകത്താണ് നമ്മൾ പോകുന്നത്. ഒരുങ്ങി കെട്ടി സന്തോഷത്തോടുകൂടി ഒരു കുടുംബത്തോടെ യാത്ര ചെയ്യുന്നു, പെട്ടെന്നൊരു ആക്സിഡൻറ്റിൽ ആ കുടുംബം നഷ്ടപ്പെടുന്നു. ആലോചിച്ച് നോക്കണം, അവരൊരു ജീവിതത്തിന് സ്വപ്നം കണ്ടിരുന്നവരാണ്. നമ്മുടെ റോഡുകളിൽ കൂടെ നടന്നു പോകുന്ന ആൾക്കാർ അപകടത്തിൽപ്പെടുന്നു, പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ പോകുന്നു. ഒന്നും വേണ്ട, മര്യാദയ്ക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബം അല്ലെങ്കിൽ പെട്ടെന്ന് ചായ കുടിക്കാൻ വേണ്ടി നിർത്തുന്നു, പെട്ടെന്നൊരു വണ്ടി വാങ്ങി കയറി വന്ന് കൊണ്ടുപോകുന്നു. അതാ പറഞ്ഞത്, അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ലൈഫ് ലൂപ്പിനകത്താണ് നമ്മൾ. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാം തികഞ്ഞവരല്ല, നമുക്ക് ഒരുപാട് കുറവുകളും പ്രശ്നങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ ഉള്ളവർ തന്നെയാണ്. എങ്കിലും ജീവിതം പരമാവധി ജീവിച്ച് തീർക്കുക. പുള്ളി ഇപ്പോൾ പറഞ്ഞൊരു വാക്ക്, എനിക്ക് ഈ മൊമെൻറ്റിൽ ജീവിക്കാനാണ് താല്പര്യം. അതിനെക്കാട്ടിൽ വലിയൊരു കാര്യമൊന്നുമില്ല, ഈ മൊമെൻറ്റ് ജീവിച്ചാൽ മതി. കഴിഞ്ഞ ദിവസം മരണപ്പെട്ടിട്ടുള്ള ഒരു ജഡ്ജി നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ഇൻസ്റ്റഗ്രാമിന് റീലിനകത്തൊക്കെ ഇപ്പോൾ വളരെയധികം വരുന്നുണ്ട്. അദ്ദേഹം വളരെയധികം കാലം ജഡ്ജിയായിട്ട് ഇരുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് അവസാനം പാൻക്രിയാറ്റിക് ക്യാൻസർ വന്നിട്ട് അദ്ദേഹം കഴിഞ്ഞ ദിവസം അദ്ദേഹം ലോകത്തോട് ഇവിടെ പറഞ്ഞു. ആ ജഡ്ജി അദ്ദേഹത്തിൻ്റെ മുമ്പിലേക്ക് വന്നിട്ടുള്ള 100 വയസ്സുകാരൻ, മറ്റ് പലതരത്തിലുള്ള പൗരന്മാരുടെയൊക്കെ നിങ്ങൾ കണ്ടു വളരെ ഫണ്ണായിട്ടുള്ള രീതിയിൽ അദ്ദേഹം പല ജീവിതങ്ങളെയും കണ്ടിട്ട്, സാർ നിങ്ങളുടെ പേരിൽ കേസൊന്നുമില്ല, നിങ്ങൾ പൊക്കോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ബഹുമാനത്തോടുകൂടിയും റെസ്പെക്റ്റോടുകൂടിയും സംസാരിച്ച് ആ വ്യക്തി അവസാന നിമിഷം പറയുന്ന, അദ്ദേഹത്തിൻ്റെ മരണത്തിന് തൊട്ട് മുമ്പ് എടുത്തൊരു വീഡിയോക്കകത്ത് പറയുന്ന കാര്യമുണ്ട്, എൻജോയ് യുവർ ലൈഫ്. നിങ്ങളുടെ പ്രസൻറ്റ് ലൈഫ് നിങ്ങൾ എൻജോയ് ചെയ്യൂ, പരമാവധി എൻജോയ് ചെയ്യൂ. ഞാൻ അത്രേ പറയുന്നുള്ളൂ. അതിപ്പോൾ ഈ ഇച്ചായനായാലും ശരി, ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ശരി, നമ്മുടെ മുമ്പിൽ വായിക്കുന്ന ഓരോ പുസ്തകങ്ങളും പോലെ തന്നെ ഓരോ ജീവിതം. ഇതിനകത്ത് ഇപ്പം നമ്മുടെ ഇതൊക്കെ എന്താ സോഷ്യൽ റെലവൻ്റ് അല്ലല്ലോ, ഇതൊക്കെ അല്ലാതെ എന്താ സോഷ്യൽ റെലവൻറ്റ്? നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ മനുഷ്യരുടെ പ്രശ്നങ്ങൾ അല്ലാതെ പിന്നെ എന്താണ് സോഷ്യൽ റെലവൻറ്റ്? ഇവിടെ ഇന്ന് മറ്റേ ഒരു നമ്മുടെ ഒരു പ്രമുഖനായിട്ടുള്ളൊരു എന്താ പറയുക, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ യുവജന പ്രസ്ഥാനത്തിൻ്റെയൊക്കെ ടോപ്പ് ലെവലിൽ നിൽക്കുന്ന ഒരു നേതാവിനുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് അദ്ദേഹം ആ സ്ഥാനം ഒഴിയേണ്ട വന്ന സാഹചര്യം വന്നു. അതാണോ സോഷ്യൽ റെലവൻ്റ് ആയിട്ടുള്ളൊരു കണ്ടന്റ്? അതോ ഇന്നും ഓരോ ദിവസങ്ങളിൽ ഈ രാഷ്ട്രീയ പാർട്ടിക്കാരൻ അങ്ങോട്ടും ഇങ്ങോട്ടും അടികൂടുന്ന കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതാണ് സോഷ്യൽ റെലവൻറ്റ്? രാഷ്ട്രീയത്തിനെക്കുറിച്ച് അങ്ങനെ സംസാരിക്കുന്നത് അത് ശരിക്കും രാഷ്ട്രീയം പോലും അല്ല. അപ്പോൾ ഓക്കെ, അതാ പറഞ്ഞത്, ആശയങ്ങളല്ല അത് സംവദിക്കുന്നത്, അതൊക്കെ വേറെ തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ്. അത് പവർ പൊളിറ്റിക്സിൻ്റെ പാർട്ടാണ് അതൊക്കെ. ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് സാധാരണ മനുഷ്യരെ കുറിച്ചാണ്. സാധാരണ മനുഷ്യരെ കുറിച്ച് സംസാരിക്കുമ്പോഴേക്കും അവരിൽ നമ്മളെ കുറേ അധികം ക്വാളിറ്റി ഇല്ലായ്മയും ക്വാളിറ്റിയും ഒക്കെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഇത് ഇന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നേക്കാം. അത് ചില ഒരു തിരിച്ചറിവ്, അത്രയൊക്കെ ഉള്ളൂ. അല്ലാതെ ഇതിനകത്തൊരു വലിയ ഗുണപാഠമൊന്നുമില്ല. അത്രയൊക്കെ ഉള്ളൂ എനിക്ക് പറയാനുള്ളത്. ഇതിലോട്ടുള്ളത് നന്നാക്കുക എന്ന് മാത്രമാണ് എനിക്കുള്ള ഒരു ഓപ്ഷൻ. അപ്പം ദൈവം സഹായിച്ച് അങ്ങനെയൊക്കെ നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടവർക്ക് പ്രാർത്ഥിക്കാം, ശപിക്കേണ്ടവർക്ക് ശപിക്കാം, കുറ്റപ്പെടുത്തേണ്ടവർക്ക് കുറ്റപ്പെടുത്താം, കൂടെ നിർത്തേണ്ടവർക്ക് കൂടെ നിർത്താം, എന്ത് വേണമെങ്കിലും ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്, ഞാൻ പറഞ്ഞുള്ളൂ. അപ്പം ഇനി ബാക്കി ഇതിൻ്റെ കൂടെ നമുക്ക് വേറെ വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാനൊരു വീഡിയോ ഇടാട്ടോ. അദ്ദേഹത്തിൻ്റെ സുദീർഘമായിട്ടുള്ള നടത്തം, ഒരു ഗ്രാമഭംഗിയും ഇതൊക്കെ ഉള്ള അടങ്ങിയിട്ടുള്ള സംഭവമൊക്കെയാണ്. കുറേ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളാനും കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും എല്ലാത്തിനും എനിക്കിപ്പോൾ സാധിക്കുന്നുണ്ട്. അത് ദൈവം ചിലപ്പോൾ എനിക്ക് തന്നിരിക്കുന്ന ഒരു അവസരമായിരിക്കാം, ചിലപ്പം ഒരു ശിക്ഷയായിരിക്കാം, എന്തോ ഞാനെല്ലാം അക്സെപ്റ്റ് ചെയ്യുന്നു. എനിക്ക് ആരോടൊരു പരാതിയോ പരിഭവങ്ങളോ ആരെയോട് കുറ്റപ്പെടുത്താനോ എനിക്ക് താല്പര്യമില്ല. ജീവിതമാണ്, കാരണം ഒരുമിക്കലും പിരിയിലും അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ലഭിക്കുന്നതും നമുക്ക് നഷ്ടമാകുന്നതും എല്ലാം ദൈവത്തിൻ്റെ രീതിയായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം നമ്മൾ ഇപ്പം പറയുമ്പോൾ നമുക്ക് വലിയ ഫിലോസഫിയൊക്കെ ആയിട്ട് വലിയ വർത്തമാനങ്ങളൊക്കെ പറയാമെങ്കിലും യാഥാർത്ഥ്യം എന്ന് പറയുന്നത് നമ്മൾ പോലും ആഗ്രഹിച്ചിട്ട് അല്ലെങ്കിൽ നമ്മൾ പോലും പറഞ്ഞിട്ടല്ല നമ്മൾ ഈ ഭൂമിയിലോട്ട് വരുന്നതും. മരിച്ച് കുഴിയിലോട്ട് വല്ല മണ്ണിലോട്ട് തന്നെ പോകുന്നതും നമ്മൾ ആഗ്രഹിച്ചിട്ടല്ല. അതെല്ലാം ഒരു സമയത്ത് നടക്കും. ആ സമയത്ത് ആ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ തന്നെ നടക്കുമായിരിക്കാം, തന്നെ നടക്കുന്നുണ്ട്. അതായത് ഒരു കുഞ്ഞ് ജനിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ ജീവിക്കണം ഇനി മുന്നോട്ട്. പിന്നെ ഓരോ കാര്യങ്ങളും എൻ്റെ മടികളും കാര്യങ്ങളും അല്ലെങ്കിൽ എൻ്റെ തെറ്റുകളും കാര്യങ്ങളെല്ലാം തിരുത്തി നല്ലൊരു രീതിയിലേക്ക് മുന്നോട്ട് വരാൻ ഞാൻ എന്തായാലും ശ്രമിക്കുന്നതാണെന്നല്ല, ശ്രമിക്കും. നല്ലത് വരട്ടെ ബ്രോ, നല്ലത് വരട്ടെ. കാരണം തെറ്റുകൾ നമ്മൾ മനുഷ്യരായതുകൊണ്ട് തെറ്റ് പറ്റുന്നേ. എവിടെ തെറ്റ് പറ്റാത്തത്? ആർക്കാ തെറ്റ് പറ്റാത്തത്? തെറ്റൊക്കെ പറ്റും, അത് തിരുത്തി മുന്നോട്ട് പോവുക, അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. പിന്നെ ഇതിനകത്ത് കമൻറ്റ് ബോക്സിൽ നോക്കിക്കഴിഞ്ഞാൽ, ഇതിപ്പോൾ നിങ്ങൾ വീഡിയോ ആയിട്ട് ഒരു ചാനൽ തുടങ്ങി, അതിൽ 7.92K സബ് ആവണമെങ്കിൽ അത് കുഞ്ഞാറ്റ കാരണം തന്നെയാണ്. അവളുടെ ചാനലിൽ നിന്നാണ് നിങ്ങൾ ഫേമസ് ആയത്, അത് ഓർമ്മ വേണമെന്ന് പറയുന്നു. അവളുള്ള ഇഷ്ടം കൊണ്ടായിരിക്കും. നിങ്ങളെല്ലാവരും കുഞ്ഞാറ്റ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തറിഞ്ഞിട്ടാണ്? നിങ്ങൾ കുഞ്ഞാറ്റയെ സപ്പോർട്ട് ചെയ്യുന്ന അവരുടെ ലൈഫ് പേഴ്സ് എന്നാണ് പരസ്പരം അവർക്കറിയുള്ളൂ. ആരും കുഞ്ഞാറ്റ ഇച്ചാനെ സപ്പോർട്ട് ചെയ്തിട്ട് ഇല്ല. ഇത് നെഗറ്റീവ് അല്ലല്ലോ പറഞ്ഞത്, കുറ്റപ്പെടുത്തിയിട്ടില്ല ആരെയും. ഇന്ന് ഇവൾക്ക് ഒരു ചാനലുണ്ടായി റീച്ച്. അതെ എന്ന് പറഞ്ഞ് അദ്ദേഹം കമൻറ്റ് ചെയ്യുന്നു. ഞാനൊരിക്കൽ ഒരു ചാനലിൽ വന്നിരുന്നു, അതുകൊണ്ട് ആർക്കും ഒന്നും കിട്ടിയിട്ടില്ല എന്നൊക്കെ പറയുന്നു. വീട് കാണുമ്പോൾ കുഞ്ഞാറ്റയെ മിസ് ചെയ്യുന്നുണ്ട്. പണ്ട് ഇവിടെ ഓടി നടന്ന് വീഡിയോ ഇട്ടിരുന്ന കുട്ടിയാണ്. കുഞ്ഞാറ്റയുടെ ചാനൽ ഞാൻ ആദ്യം മുതലേ കാണുന്ന ആളാണ്. കുഞ്ഞാറ്റ പാവമാണ്, നിങ്ങൾ പിരിഞ്ഞു കണ്ടപ്പോൾ സങ്കടമായി. പാവം കുഞ്ഞിനെ ഓർത്ത് ആണ് ദുഃഖം. ഇത്ര ചെറിയ പ്രായത്തിൽ തന്നെ അച്ഛനും അമ്മയും ഇല്ലാത്ത അവസ്ഥയായി കുഞ്ഞിന്. ഇതല്ലേ അമൽ, ഗോഡ് ബ്ലെസ് യു. ഓക്കെ, തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ ജീവിതം വിജയം ഉറപ്പ്. തെറ്റ് പറ്റിയെങ്കിൽ തിരുത്തി മുൻപോട്ട് പോകാൻ കഴിയട്ടെ. അമലിൻ്റെ ഉള്ളിലെ സങ്കടമാണ് ആ ചിരിയായി പുറത്ത് വരുന്നത്. അമൽ പറഞ്ഞതുപോലെ മനുഷ്യരല്ലേ, സാരമില്ല, ലൈഫ് ഹാപ്പിയായി തീരട്ടെ. സോ മിക്കു നിൻ്റെ മോനാണ്, ക്ഷമിക്കാൻ കഴിയുന്നില്ലെങ്കിലും
ഒരുമിച്ച് ജീവിച്ചിട്ടെങ്കിലും മിക്കുവിനെ നീ തന്നെയാണ് അച്ഛൻ എന്നൊക്കെ പറയുന്നു. ഇപ്പോൾ ഇദ്ദേഹത്തിന് ഒരു ദിവസം കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ചാനൽ ഭയങ്കരമായിട്ട് ഗംഭീരമായിട്ടുള്ള മുന്നോട്ട് പോക്ക് നടത്തുന്നുണ്ട്. അത് നല്ലത് തന്നെ വരട്ടെ. കാരണം ഒരാൾ അതിലേക്ക് ഇറങ്ങുന്നത്, യൂട്യൂബിൻ്റെ അകത്തേക്ക് ഇറങ്ങുന്നത് അവരുടെ വ്യക്തിപരമായ താല്പര്യങ്ങളൊക്കെയാണ്. അത് നല്ല രീതിയിൽ തന്നെ ഇതാ വരട്ടെ. അതുപോലെ തന്നെ ആ കുട്ടിയുടെ വീഡിയോ ഒന്നും അധികം ഇപ്പം ആ യൂട്യൂബ് ചാനൽ വരത്തില്ല. അത് മാൾട്ടയിൽ പഠിക്കാൻ എന്തൊക്കെ പോയിരിക്കും എന്നുള്ള കാര്യമാണ്. ഇവിടെ നിന്ന് മനസ്സിലാക്കാനുള്ള കാര്യം, ആണെങ്കിലും ഞാനാണെങ്കിലും നമ്മുടെ സാമൂഹിക ജീവിതത്തിൻ്റെ അകത്ത് ഇതുപോലുള്ള സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വന്നേക്കാം. ഒത്തുചേർന്ന് പോകാൻ വേണ്ടിയിട്ട് പറ്റാത്ത സാഹചര്യം, ഒരു കുഞ്ഞ് ജനിച്ചത് കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യം, പലതും. പിന്നെ ഒരു പരിധിക്കപ്പുറത്തേക്ക് നിങ്ങൾ സൂയിസൈഡ്, ആ കുട്ടി അന്ന് എഴുതിയ വലിയൊരു സ്റ്റേറ്റ്മെൻറ്റാണ്, ഞാൻ ഡിവോഴ്സ് ചൂസ് ചെയ്തു അതർ ദാൻ സൂയിസൈഡ്. എന്ന് വെച്ചാൽ ഞാൻ സൂയിസൈഡ് സ്വീകരിക്കുന്നതിനെക്കാട്ടിലും ഞാൻ ഡിവോഴ്സ് സ്വീകരിച്ചു, അല്ലെങ്കിൽ ഞാൻ സൂയിസൈഡ് ചെയ്തതിനെന്നാണ് ആ കുട്ടി പറഞ്ഞത്. അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങളാണ്. പിന്നെ അവരുടെ ലൈഫിൻ്റെ അകത്ത് നടന്നിട്ട് വളരെ പേഴ്സണലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് നമ്മൾ അറിയേണ്ട കാര്യമൊന്നുമില്ല. അത് നമ്മുടെ ജോർജ് കുട്ടി പറഞ്ഞതുപോലെ അവരുടെ ഉള്ളിൽ തന്നെ ഇരിക്കട്ടെ. അതങ്ങനെ തന്നെ നഷ്ടപ്പെടട്ടെ, പോട്ടെ. ആ കുഞ്ഞിൻ്റെ കാര്യം നല്ലതായിട്ട് അച്ഛനമ്മമാർ രണ്ടുപേർ പിരിഞ്ഞ് നിന്നിരുന്നാലും കുട്ടിയുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ അവർക്ക് കഴിയുമെങ്കിൽ നല്ലത്. ഓക്കെ, അപ്പോൾ ഇതാണ് പിന്നെ തുടക്കത്തിൽ പറഞ്ഞ കാര്യം. ഇവർ രണ്ടുപേരും കൂടെ പ്ലാൻ ചെയ്തിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് അത്യാവശ്യം ഇവരറിയുന്ന ആൾക്കാർ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ അറിഞ്ഞതിനകത്ത് ഇതൊന്നും അല്ല, ഇത് നല്ല പ്രശ്നങ്ങൾ നടന്നിട്ട് തന്നെയാണ് ഇവർ രണ്ട് വഴിക്ക് മാറിയിട്ടുള്ളത്. കുറേ നാളുകൊണ്ട് പ്രശ്നങ്ങൾ നടത്തുന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് നാടകമൊന്നുമല്ല, ഡ്രാമ. ആ കുട്ടി പഠിക്കാൻ വേണ്ടിയിട്ട് പോയത് തന്നെയാണ്. അത് ഡിവോഴ്സൊക്കെ നടന്നത് ഇപ്പോഴൊന്നുമല്ല, അത് മുൻപ് നടന്നതാണ്. അപ്പോൾ അവർ രണ്ട് വഴിക്കാണ് ഉള്ളത്. അല്ലാതെ ഒരു ഡ്രാമ കളിച്ചിട്ട് ഫോർച്യൂണർ എടുക്കാൻ വേണ്ടിയിട്ട് രണ്ട് ചാനൽ നടത്താൻ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നതല്ല. ഓക്കെ, അപ്പോൾ അത് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞെന്നുള്ളത് മാത്രം. നിങ്ങളുടെ അഭിപ്രായം ഇവരെക്കുറിച്ച് തുടക്കം മുതൽ കാണുന്നവരാണെങ്കിൽ ഇപ്പോഴത്തെ ഈ ഒരു ഇത് എങ്ങനെയാണ് നിങ്ങൾ കാണുന്നത്? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ കൊടുത്താൽ അടുത്തൊരു വീഡിയോ വീണ്ടും കാണുക ഗൈസ്. ബൈ.